വയനാട് ദുരന്തഭൂമിയിൽ 11ാം ദിനം ഊർജിതമായ തെരച്ചിൽ ജനകീയ തെരച്ചിൽ നടക്കുകയാണ്. ഇന്ന് കടാവർ നായകളുടെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരച്ചിൽ നടക്കുന്നു. നിലവിൽ 2 സ്ഥലങ്ങളിൽ കടാവേർ നായ രൂക്ഷഗന്ധം കണ്ടെത്തിയതിനെ തുടർന്ന് അവിടങ്ങളിൽ വലിയ തരത്തിലുള്ള തെരച്ചിലാണ് നടക്കുന്നത്. ആ മേഖലകളിൽ 6 പേരെ, ഇപ്പോൾ തെരച്ചിൽ നടക്കുന്ന സ്ഥലങ്ങളിൽ 3 വീടുകളുണ്ടായിരുന്നു, 6 പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഊർജിതമായൊരു തെരച്ചിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒറീസയിൽ നിന്ന് വന്ന സ്നിഫർ ഡോഗുകൾ ആണ് ഇപ്പോൾ ആ മേഖലയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒരു കോൺക്രീറ്റ് അടിയിലാണ് ഈ രൂക്ഷഗന്ധമുണ്ടായത്. കടാവർ നായ അവിടെ തെരച്ചിൽ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണ് മാന്തി കൊണ്ടുവന്ന് മണ്ണ് നീക്കുന്ന ജോലികളാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ പ്രദേശവാസികൾ, ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ബന്ധുക്കൾ, യൂത്ത് ബ്രിഗേഡ് അടക്കമുള്ള സംഘടനകൾ, NDRFൻ്റെ സേനാംഗങ്ങൾ എല്ലാം ഇന്നും വ്യാപകമായ പരിശോധന നടത്തുകയാണ്. ഏതായാലും പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് 11 മണിയോടുകൂടി തെരച്ചിൽ നിർത്തിവെക്കുമെന്നാണ് നേരത്തെ വാർത്തകൾ പുറത്തു വന്നത്. പക്ഷേ ഇപ്പോഴും ഈ പ്രദേശത്ത്, അതായത് ഈ മൃതദേഹ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്തിയ സ്ഥലത്ത് വലിയ തരത്തിലുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അല്പസമയത്തിനകം തന്നെ തെരച്ചിൽ നിർത്തിവെച്ചേക്കും. കാരണം പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പോലീസ് നേരത്തെ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നിർത്തിവെക്കുന്നു. നാളെ 12 മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രി അവിടെ എത്തുക. അതിനുശേഷം പ്രധാനമന്ത്രി തിരികെ പോയതിനു ശേഷം വീണ്ടും ഈ തെരച്ചിൽ പ്രവൃത്തികൾ ഊർജിതമാക്കും എന്നുള്ള വിവരങ്ങളാണ് രാവിലെ മന്ത്രി PM മുഹമ്മദ് റിയാസ് അറിയിക്കുകയും ചെയ്തത്. ഇപ്പോൾ സന്തോഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. സന്തോഷ്, നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ? നമ്മൾ നേരത്തെ അടക്കം ഇപ്പോഴും ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കടാവേർ നായ വലിയ തരത്തിലുള്ള തെരച്ചിൽ അവിടെ നടത്തുന്നു. കടാവേർ നായ ഉപയോഗിച്ചുകൊണ്ട് മണ്ണുമാന്തി യന്ത്രങ്ങൾ മണ്ണ് നീക്കിക്കൊണ്ടേയിരിക്കുന്നു. 2 മൃതദേഹങ്ങളുടെ ഒരു സൂചന അവിടെ ഉണ്ട്. എന്താണ് ഏറ്റവും പുതുതായി കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ? മറ്റൊരു വിവരം കൂടി വരുന്നുണ്ട്. അതായത് ഈ പരപ്പംപറ വനമേഖലയിൽ നിന്നും സൺറൈസ് വാലിക്ക് താഴെയുള്ള പരപ്പംപറ മേഖലയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തിയതാണ്. 2 മൃതദേഹങ്ങളും 2 മൃതദേഹ ഭാഗങ്ങളുമാണ് കണ്ടെത്തിയതെന്നാണ് വിവരം. റിപ്പൺ പ്രദേശികൾ നടത്തിയ തെരച്ചിലാണ് മൃതദേഹങ്ങൾ ഈ ഭാഗത്തു നിന്ന് കണ്ടെത്തിയത്. ഹെലികോപ്റ്റർ മാർഗമില്ലാതെ എന്നാൽ ഇവിടേക്ക് ഈ മൃതദേഹങ്ങൾ എത്തിക്കുക എന്നുള്ളത്. നിലവിൽ ഈ സൺറൈസ് വാലി മേഖലയിൽ നിന്ന് 2 മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നുള്ള സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ നമുക്ക് കിട്ടിയോ? അവിടെ നിന്ന് മൃതദേഹങ്ങൾ ലഭിച്ചു എന്നാണ് റിപ്പൺ സ്വദേശികളായ ഇന്ന് തെരച്ചിൽ നടത്തിയവർ പറയുന്നത്. 2 മൃതശരീരങ്ങളും 2 മൃതദേഹ ഭാഗങ്ങളും കണ്ടെത്തിയെന്നാണ് അവർ നമുക്ക് നൽകുന്ന വിവരം. ഹെലികോപ്റ്റർ മാർഗമല്ലാതെ എന്നാൽ ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ മാറ്റാൻ സാധിക്കില്ല. അല്ലെങ്കിൽ വനത്തിലൂടെ ഏതാണ്ട് 3 കിലോമീറ്ററോളം നടന്ന് സൺറൈസ് വാലി മേഖലയിലേക്ക് എത്തി ചേരേണ്ടി വരും. അങ്ങനെയെങ്കിൽ അത് ദീർഘസമയം എടുക്കുന്ന ഒരു അനൂപ്, നിലവിൽ ഈ റിപ്പൺ സ്വദേശികൾ നടത്തിയ തെരച്ചിൽ, ഈ സൺറൈസ് വാലിക്ക് അടുത്തുള്ള സ്ഥലമാണ് റിപ്പൺ എന്ന് പറയുന്നത് അല്ലേ? ഹെലികോപ്റ്റർ മാർഗമല്ലാതെ മൃതദേഹം പുറത്തെത്തിക്കാൻ കഴിയില്ലെന്നാണ് രക്ഷാപ്രവർത്തകർ. പക്ഷേ ഇക്കാര്യത്തിൽ ഉറപ്പാണ് 2 മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നുള്ളത് അവർ തന്നെയാണ് പറഞ്ഞത്. ഔദ്യോഗിക സംവിധാനങ്ങൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അറിയിപ്പ് നൽകുന്നുണ്ടോ? 2 മൃതദേഹങ്ങളും 2 മൃതദേഹ ഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. അതായത് 4 പേരുടെ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന തരത്തിൽ നമുക്ക് കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. അനൂപ്, ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളില്ല. ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ എത്താൻ സ്വാഭാവികമായും വൈകും. എന്നാൽ ഈ പ്രദേശത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ആശ്രയിക്കാൻ സാധിക്കുക. അവർ നൽകുന്ന വിവരം അനുസരിച്ച് 2 മൃതദേഹ ഭാഗങ്ങൾ കിട്ടി എന്നാണ്. 2 മൃതദേഹങ്ങളും 2 മൃതദേഹ ഭാഗങ്ങളും ലഭിച്ചു എന്നാണ് അവർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നമ്മുടെ ഈ മുണ്ടക്കൈ ഇപ്പോൾ പരിശോധന നടത്തുന്ന മുണ്ടക്കൈയിൽ നിന്ന് ഈ സൺറൈസ് വാലിയിലേക്ക് എത്ര ദൂരമുണ്ട്? അത് ഈ ഹെലികോപ്റ്റർ മാർഗമല്ലാതെ വേറൊരു മാർഗമില്ല അവിടെ എത്തിച്ചേരാൻ? ഈ മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയ മേഖലയിൽ നിന്ന് നമുക്കറിയാം, ഈ മേഖലയിൽ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്ററോളം അകലെയാണ് ഈ ചാലിയാർ രൂപപ്പെടുന്ന പ്രദേശം. ഇത് പരപ്പംപാറ വനമേഖലയാണ്. നിലമ്പൂർ വനമേഖലയാണ്. ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ഈ ചൂരൽമല ഉൾപ്പെടെ ഈ മലപ്പുറം ഭാഗത്തേക്ക് പോകുന്ന ചാലിയാർ പുഴയിലാണ് വന്ന് ചേരുന്നത്. ആ സ്ഥലത്ത് നിന്ന് നേരത്തെ നിരവധി മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു. ഒരു ദുർഘടമായ വനമേഖലയാണ് ഈ പുഴ ഒഴുകുന്ന പ്രദേശം. അവിടേക്ക് എത്തിപ്പെടുക, ഈ പുഴയുടെ കരകളിൽ തെരച്ചിൽ നടത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമായ സാഹചര്യത്തിലാണ് നേരത്തെ പ്രത്യേക ദൗത്യ സംഘത്തെ തന്നെ അതിനായി വിനിയോഗിച്ചത്. അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവിടെ പരിശോധന നടത്തുകയും കഴിഞ്ഞ ദിവസം പോലും മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതാണ് ഇപ്പോഴും വിധത്തിൽ തുടരുന്നത്. ഇന്ന് രാവിലെ സൺറൈസ് വാലി വഴി, അതായത് ഈ വനമേഖലയിലേക്ക് എത്താൻ അല്പം എളുപ്പമുള്ള ആ മേഖലയിൽ നിന്ന് ഈ മേഖലയിലേക്ക് പുറപ്പെട്ട പ്രവർത്തകരാണ്, ഈ രക്ഷാപ്രവർത്തകരാണ്, അല്ലെങ്കിൽ തെരച്ചിൽ നടത്തുന്ന സംഘമാണ് ഇവർ. ഈ റിപ്പണിൽ നിന്നാണ് ഇവർ ഈ മേഖലയിലൂടെ അവിടേക്ക് എത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും കൂടുതൽ മൃതദേഹങ്ങൾ ഈ മേഖലയിൽ നിന്ന്. അനുപത്, ഈ ചാലിയാറിന്റെ കൈവഴിയാണോ അതോ ചാലിയാർ ഒഴുകുന്ന വഴിയിൽ നിന്ന് തന്നെയാണോ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്, അതോ മണ്ണിനടിയിൽ നിന്നാണ്? എങ്ങനെയാണ് അത് സംബന്ധിച്ച വിവരം? ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പരപ്പൻപാറ സെറ്റിൽമെന്റിൽ, പരപ്പൻപാറ
മേഖലയിൽ നിന്നാണ് വനമേഖലയിൽ നിന്നാണ് മൃതദേഹങ്ങളാണ്. പരമ്പപാറ വനമേഖലയിലേക്ക് ഈ ഉരുൾപൊട്ടി ഒഴുകിയ വഴികൾ ഈ ഇതിലേക്കാണ്. ഈ സൺറൈസ് വാലിക്ക് അടുത്തുള്ള സ്ഥലമാണോ ഈ പരപ്പൻപാറ എന്ന് പറയുന്നത്? സൺറൈസ് വാലി എന്ന് പറയുന്നത് വയനാട് ജില്ലാ അതിർത്തിയോട് ചേർന്ന പ്രദേശമാണ്. ഈ സൺറൈസ് വാലിയിൽ നിന്ന് ഈ പരപ്പൻപാറ വനമേഖലയിലേക്ക് നടന്നു പോകാൻ സാധിക്കും. ചെങ്കുത്തായ വനമേഖലയാണെങ്കിലും ഇതിലൂടെയാണ് രക്ഷാപ്രവർത്തകർ ആ ഭാഗത്തേക്ക് ഈ ചാലിയാറിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. ഇവിടെ നിന്ന് ഒഴിച്ചു പോയിട്ടുള്ള മൃതശരീരങ്ങൾ അവിടെ നിന്ന് നേരത്തെ കണ്ടെത്തുകയും ചെയ്തതാണ്. നേരത്തെ ഇക്കാര്യമെല്ലാം ഈ വിവിധ മേഖലകളിൽ നടത്തിയ തെരച്ചിലിൽ ഈ മേഖലയിൽ നിന്നുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചതാണ്. ആ തെരച്ചിൽ തുടരുകയാണ്. ആ തെരച്ചിൽ തുടരുമ്പോഴാണ് ഇത്തരത്തിൽ ഈ മൃതദേഹ ഭാഗങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.